ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ട്രിഗണോമെട്രിയിലെ ഒരു പ്രൂഫാണ് പറയുന്നത്. ഭൂരിഭാഗം ആൾക്കാർക്കും ട്രിഗണോമെട്രിയിലെ പ്രൂഫ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ വളരെ സിമ്പിളാണ്. CBSE, ICSE സ്റ്റേറ്റ് എല്ലാ കുട്ടികൾക്കും, അതുപോലെ തന്നെ +1 +2 ഡിഗ്രിക്ക് പഠിക്കുന്നവർക്ക് എല്ലാം ഉപകാരപ്രദമായ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തുക. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രൂവ് ദാറ്റ് cos A by 1 minus sin A plus sin A by 1 minus cot A equal to cos A plus sin A. ഇതാണ് പ്രോബ്ലം. അപ്പോൾ cos A by 1 minus sin A plus sin A by 1 minus cot A equal to cos A plus sin A എന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് ഇതിന്റെ LHS, ഇതാണ് RHS. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രൂഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം. ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് cos A plus sin A ടേംസിലാക്കി എടുക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസിനെ അനുസരിച്ചിട്ട് ഇത് നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, സൊല്യൂഷൻസ് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്കിൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ നോക്കാം, നമുക്ക് LHSനെ മാത്രമായിട്ട് നോക്കാം. cos A by 1 minus sin A plus sin A by 1 minus cot A. ഇവിടെ tan A വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം, tan A എന്ന് പറയുന്നത് sin A by cos A ആണ്. അപ്പോൾ cos A by 1 minus tan A ക്ക് പകരം sin A by cos A എന്ന് എടുത്തു, പ്ലസ് sin A by 1 minus cot A നെ cos A by sin A എന്ന് എടുത്തു. ഓക്കെ, ഇവിടെ ഡിനോമിനേറ്റർ ഇല്ല, അപ്പൊ അതുകൊണ്ട് നമ്മൾ cos A by cos A minus sin A by cos A, ഇപ്പൊ ഡിനോമിനേറ്റർ ഇല്ലാത്തതുകൊണ്ട് കോമൺ ഡിനോമിനേറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1നെ cos A യോട് ഇൻഡ് ചെയ്തത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ cos A കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് വരാണ്. അതുപോലെ sin A by sin A minus cos A by sin A. നിങ്ങൾ ക്ലിയർ ആവുമെന്ന് വിചാരിക്കും. ഇനി ശ്രദ്ധിക്കുക, ഇതൊരു ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്ന ഒരു ഫ്രാക്ഷൻ ആണ്. നമ്മൾ എന്ത് ചെയ്യണം, റെസിപ്രോക്കൽ കണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും, ഈ cos A മുകളിലേക്ക് പോകും. cos A into cos A cos square എന്ന് വരും, ബൈ cos A minus sin A പ്ലസ് ഇവിടെ sin A മുകളിലേക്ക് sin A into sin A sin square ബൈ sin A minus cos എന്ന് വരും. അപ്പോൾ ഇവിടെ നോക്കാം, ഇനി നമ്മുടെ പ്രൂഫിലേക്ക് എത്തിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ വന്ന് ചിലപ്പോൾ ഒരു സ്റ്റക്കായി പോകാൻ സാധ്യതയുണ്ട്. cos A plus sin A ലേക്ക് എങ്ങനെ എത്തിക്കാം എന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഡിനോമിനേറ്റർ ഇവിടെ കോമൺ ആക്കാനായിട്ട് ഇത് cos A minus sin A ആണ്, ഇത് sin A minus cos A ആണ്. അപ്പൊ ഇവിടെ നിന്ന് നമ്മളൊരു മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ ഇത് എന്തായിട്ട് മാറും, ഇത് cos A minus sin A ആയിട്ട് മാറും. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് എഴുതാം. sin A minus cos A നമ്മൾ ഇവിടെ ഒരു മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ എന്തോ മൈനസ് sin A പ്ലസ് cos A എന്നാവും. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് cos A minus sin A. ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ വന്നു, അതാണ് ഈ മൈനസ് ഇങ്ങോട്ട് വന്നു. ആ മൈനസ് ഇങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ cos A minus sin A ആയത്. അപ്പൊ എന്ത് വന്നു, cos square A minus sin square A, ഡിനോമിനേറ്റർ കോമൺ ആണ് cos A minus sin A. അപ്പൊ ഇവിടെ cos square A minus sin square A, this is in the format of A square minus B square ആണ്. That is A plus B into A minus B. ഓക്കെ, അപ്പോൾ cos square A minus sin square A cos A plus sin A into cos A minus sin A എന്ന് എഴുതാം. cos A minus sin A നമ്മൾ കട്ട് ചെയ്ത് പോകും, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ കട്ട് ചെയ്ത് ബാക്കി cos A plus sin A ഒന്ന് വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇതുപോലുള്ള മറ്റു കണക്കുകൾ ചെയ്യാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള പ്രോബ്ലംസ് ഇട്ടല്ല നമ്മൾ സോൾവ് ചെയ്ത് യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഫ്രണ്ട്സ് സൈനിങ് ഔട്ട്.